കൂട്ടുകാരെ ഇത് എന്തിൻ്റെ ചെടിയാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ നിത്യവഴുതന എന്ന് പറയും. ഇത് കണ്ടോ, അതിൻ്റെ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന്. ഇത് കണ്ടോ, ഇതിൻ്റെ കായാണ് ഈ കായ്ച്ച് കിടക്കുന്നത്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ കായ്ക്കുള്ളൂ, പക്ഷേ ഇതെപ്പോഴും നിത്യം ഇതിനകത്ത് കായ ഉണ്ടാവും കേട്ടോ. അതിനാണ് ഇതിന് നിത്യവഴുതന എന്ന് പേര് വന്നേക്കുന്നത് തന്നെ. ഇത് കണ്ടില്ലേ, ഇത് നല്ല അടിപൊളി കായാണ്. പക്ഷെ എന്നും ഇത് അടിപൊളി ഉപ്പേരി വയ്ക്കാൻ എന്നും ഉണ്ടാവും ഇത് കേട്ടോ. ഇതിനകത്ത് ഉപ്പേരി വയ്ക്കാൻ പറ്റിയ കായാണ് കിടക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അത്യാവശ്യം ഓടി വന്നൊന്ന് കറിയൊക്കെ വന്നില്ലെങ്കിൽ ഓടി വന്ന് രണ്ട് കാ പറിച്ച് ഇതിനകത്ത് കണ്ടോ കിടക്കുന്നുണ്ടോ, പറിച്ച് ഒരു ഉള്ളിയും കൂടി ഇട്ടാൽ അന്നൊരു ദിവസത്തെ കൂട്ടാനുള്ളത് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് പറയാം. അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വളരെ രസമുള്ള പൂക്കളാണ്. നല്ല ഇച്ചിരി നല്ല മുഴുത്ത വലിപ്പമുള്ളൊരു, പക്ഷേ ആ പൂവിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല അതിന് കേട്ടോ. ഇത് കണ്ടില്ല പേരയ്ക്ക, ഇത് നമ്മളെ തോട്ടത്തിലെ ചുമന്ന പേരയ്ക്കയാണ്. മറ്റൊരിത് അടിപൊളി ചുമന്ന പേരയ്ക്കയാണ്. സൂപ്പർ, നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. പക്ഷേ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പറിച്ച് കഴിച്ചപ്പോൾ അതിന് തീരെ മധുരമില്ലായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ മഴ കൊണ്ടാണ്. മഴ ഇത്രയും എങ്ങനെ നിൽക്കും, അതിന് മധുരമില്ലായിരുന്നു. ഇത് മറ്റൊരു കോളാമ്പി ചെടിയുടെ ഒരു കായാണിത്. ഇതെന്ത് കായാണെന്ന് അറിയത്തില്ല. അതിന് മനോഹരമായ നല്ല അടിപൊളി ചെമ്പരത്തി പൂക്കളുണ്ട്. നല്ല കളറുള്ള 2-3 തരം ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് വെച്ചാൽ കോവയ്ക്കയാണ്. ഇത് കണ്ടോ, കോവൽ ഞങ്ങൾ പന്തലിട്ട് കോവയ്ക്ക ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 കോവയ്ക്കൊക്കെ അവിടെ ഇടയ്ക്കുണ്ട്. പിന്നെ നല്ല ചക്ക അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇത് ഒരു മുള്ളാത്തി മരമാണ് കേട്ടോ. അത് മുള്ളാത്തിയൊക്കെ നമ്മൾ പറിച്ചിരുന്നു, ഒത്തിരി കായ ഉണ്ടായിരുന്നു, അതിന് പറിച്ചിരുന്നു. ഇത് കോവയ്ക്കയുടെ കായാണ് കേട്ടോ. ഈ കോവയ്ക്കേൻ്റെ ഇല തോരൻ വയ്ക്കാൻ നല്ല അടിപൊളി രസമാണ്. വെള്ളപ്പൂവാണ് ഇതിനുണ്ടാവുന്നത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയൊക്കെ അടുക്കള ആവശ്യത്തിന് മേടിച്ച് കഴിഞ്ഞിട്ട് അത് കിടന്ന് കേടായി പോവുകയാണ്. അങ്ങോട്ട് വെട്ടിക്കളച്ച് അങ്ങോട്ടൊക്കെ നട്ട് വെച്ചേക്കും. അപ്പം നമുക്ക് അത്യാവശ്യം ഇഞ്ചി കിട്ടിയില്ലെങ്കിലും ഇഞ്ചി ഉണ്ടാവും. പിന്നെ നമ്മൾ വെള്ളരിക്ക നട്ട് പിടിപ്പിച്ചിട്ട് അതൊക്കെ പൂവിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. കണ്ടത് പൂവക്കായി വരുന്നുണ്ട്. പിന്നത്തെ പ്രത്യേകത നമ്മൾ ഒരു കൂട് തക്കാളി, പിന്നെ കുറേ തക്കാളി, വലിയ തക്കാളി കഴിക്കുന്നതാണ്. പിന്നെ കൃഷി നമ്മുടെ ഏറ്റവും നല്ല അടിപൊളി ഒരു കൃഷിയാണ് കാന്താരി കൃഷി. ഇത് കണ്ടോ, സൂപ്പർ കാന്താരിയാണ്. നല്ല ഈ കാന്താരിക്ക് നല്ല വിലയുണ്ട് കേട്ടോ. 1000-900 ഒക്കെ 1200 ഒക്കെ വില വരുന്നതാണ് ഈ കാന്താരിക്ക്. കാന്താരി നല്ലപോലെ കൃഷി ചെയ്ത് പറിച്ചു കൊടുത്താൽ അച്ചാറിനൊക്കെ ഭയങ്കര വില, ഭയങ്കര ഗുണമാണ് ഇതിൻ്റെ അച്ചാർ കഴിക്കുന്നത്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതിനങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ കാന്താരി നട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പറായിട്ട് നട്ടുപെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാമോ കൂട്ടുകാരെ? നിങ്ങൾ പലർക്കും അറിയാൻ പാടില്ല, അത്രയും കുറേ ആളുകൾക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ സോയാബീൻ പയറാണ്. ഇത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ്. പച്ചക്ക് അരിഞ്ഞ് വെള്ളത്തിൽ ഇടണം, അല്ലെങ്കിൽ കറുത്ത കളറായിരിക്കും. അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി ഇതുപോലെ ടേസ്റ്റുള്ളൊരു സാധനം വേറെ ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ സോയാബീൻ പയർ കേട്ടോ. എൻ്റെ ഈ മരത്തിലൊക്കെ പ്ലാവിലും ഒക്കെ പടർന്ന് കയറി കിടക്കണം, നിറച്ച് ഇഷ്ടം പോലെ കായ ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അങ്ങേ അറ്റം വരെ ചെടി നട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെടികൾ, നല്ല പലതരം പൂക്കളാണ്, ഒരുപാട് പൂക്കൾ. പിന്നെ ഈ ചെടി നിൽക്കുന്ന വീട് അത് നമുക്കുള്ളതല്ല കേട്ടോ. ഇത് നമുക്കുള്ള വീടല്ല, അതൊരു വേറെ ചേച്ചിയുടെയാണ്. ഇത് അവരുടെ വീടാണ്. നല്ല രസമുണ്ട്. ഇഷ്ടം പോലെ ചെടികൾ അവരുടെ വീടിൻ്റെ മുറ്റത്തുണ്ട്. ഒത്തിരി പൂക്കൾ. അവർക്കിത് പറിച്ച് വിറ്റാൽ തന്നെ അവർക്ക് നല്ല കാശ് കിട്ടും കേട്ടോ. അതിന് വേറൊരു വീടിൻ്റെ മുറ്റത്തും, അവർ വാടക വീടാണ്, ആ വേറൊരു വാടക വീടിൻ്റെ മുറ്റത്തും അവരിതുപോലെ ചെടികൾ നട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിവിടെ എത്ര കാണാൻ നല്ല രസമുള്ള അടിപൊളി പൂക്കളുണ്ട്. എന്നിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണാൻ കിട്ടാത്തൊരു വാടാമുല്ല പൂവാണ്. ഇതിൻ്റെ പേരാണ് വാടാമുല്ല. ഇത് ഒരിക്കലും വാടുന്നു തോന്നില്ല, എപ്പോഴും എന്നും ഇതിന് ഈ കളർ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നല്ല അടിപൊളി വേറെ വെറൈറ്റി ആയ പൂക്കളൊക്കെ ഉണ്ട്. അതിനകത്ത് വന്ന് ചിത്രശലഭങ്ങളൊക്കെ വന്നിരുന്ന് തേൻ പിടിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഓണം ആയതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒത്തിരി ചിത്രശലഭങ്ങളുണ്ട്. അപ്പുറത്തെ വേറൊരു സ്ഥലത്തുണ്ട് ഇഷ്ടംപോലെ ചിത്രശലഭം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എന്താ വേറൊരു വെറൈറ്റി മോര് കളർ ഒരു എന്താ അതിൻ്റെ പേര്, ജമന്തി ചെടിയാണിത്. ഞങ്ങൾ ബന്ധിച്ചെടി എന്ന് പറയും, പിന്നെ ജമന്തി ചെടി എന്ന് പറയും കേട്ടോ. ഇത് വേറൊരു തരം ഒരു ചെടി, എൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എൻ്റെ പപ്പായ മരം, നിറച്ച് പപ്പായ കായ്ച്ചു കിടക്കുന്നുണ്ടോ. എന്തോരം പപ്പായാണെന്നറിയും, ഇങ്ങനെ കായ്ച്ചു കിടക്കുകയാണ് ഇഷ്ടംപോലെ. അതുപോലെ അങ്ങനെ 3-4 മരമുണ്ട് ഇവിടെ കേട്ടോ കായ്ച്ചു കിടക്കുന്നത്. പിന്നെ വന്നിട്ട് നല്ല ചെടികളൊക്കെ തന്നെയാണ്. വീണ്ടും അടുത്തൊരു സ്ഥലത്താണ് ഈ ചെടികളൊക്കെ കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ചെടികൾ, വലിയ പൂക്കൾ. ഓണമായിട്ടായിരിക്കും ഇത്രയേറെ പൂത്തേണ്ട, ഇത്രയേറെ ചിത്രശലഭങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നിറച്ച് പൂക്കളുണ്ട് ഇവിടെ, നിറച്ച് പൂക്കൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ. ആ ചേച്ചി ഇത് അവർക്ക് ഓണത്തിനായിട്ടാണ് നട്ടുപിടിപ്പിച്ചതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഉണക്ക സമയത്തൊക്കെ വെള്ളം കോരിയൊക്കെ നട്ടുപിടിപ്പിച്ചാണ് അവർ കേട്ടോ. ഓണമായിട്ട് അതൊക്കെ നല്ല ശരിക്കും പൂ ഇട്ടിട്ടുണ്ട്. അടിപൊളി പൂക്കളായിട്ട് ഇങ്ങനെ നല്ല ശരിക്കും പൂവിട്ട് വിരിഞ്ഞ് വന്ന് നിൽപ്പുണ്ട് കണ്ടോ.
ഇത് വേറൊരു കളർ, നല്ല രസമുള്ള നല്ലൊരു മോരും കളർ ചെടി. ഇതിൻ്റെ ഒരു മോര് കളർ എന്നാണ് പറയുന്നത്, അല്ലേ? മോര് കളർ ചെടിയാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. മറ്റേതൊരു തീ കളർ ചെടി, ഒരു തീ മഞ്ഞ പൂവ് ആണ്. ഒത്തിരി രസമുള്ള പൂക്കളുണ്ട് ഇവിടെയൊക്കെ കേട്ടോ. ചേച്ചി ഇവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചൊക്കെ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ. കണ്ടാൽ നമുക്ക് കൊതിയാവുന്ന തരത്തിലുള്ള പൂക്കൾ, നല്ല ഭംഗിയാണ്. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് പറിച്ചെന്ന് കളയത്, മക്കളെ കണ്ട തീമഞ്ഞ പൂവാണിത്. തീ കളർ പോലെ തന്നെ ചിത്രശലം വന്നിരുന്നു, അതിലങ്ങനെ തേങ്ങ നുകർന്നിരിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചല്ലേ. ചിത്രശലഭങ്ങളൊക്കെ പൂക്കൾ ഉണ്ട്, അതിനകത്ത് തേൻ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. തന്നെ എന്തോ ഒരു രസമാണ്. കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാൻ നല്ല രസമാണ് അവിടെ. കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും മക്കളൊന്നും അങ്ങനെ പറിച്ചൊന്നും കളയത്തൊന്നുമില്ല. അത് കണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പൂക്കളെ നമ്മൾ പറിച്ച് കളയരുത്, പൂ ചെടിയിൽ നിൽക്കുമ്പോൾ കാണാനാണ് ഏറ്റവും നല്ല ഭംഗിയെന്ന്. അത് പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോയി. പക്ഷേ ചെടിയിൽ നിൽക്കുമ്പോഴത്തേക്കിന് എത്ര നല്ല ഭംഗിയാണെന്നറിയാം ചെടികൾ കാണാനായിട്ട്. നമ്മളെ മക്കളടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇത് വേറൊരു ചെടി, ക്രിസ്മസ് ട്രീ എന്ന് പറയും ഈ ചെടി കേട്ടോ. നല്ലൊരു പച്ച കളർ മാത്രം, നല്ല കുഞ്ഞിലയൊക്കെ ഉള്ള ക്രിസ്മസ് ട്രീ എന്നാണ് അതിന് പറയുന്നത്. മറ്റേ ആ ചെടിക്ക് എന്താ ഇതുണ്ട്, ഒരു സൈസ് ഉണ്ടുമുളകെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിന് നല്ല മണമുള്ള മുളകാണ്. മീൻകറിക്കൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ച് കിടുവാണ്. നല്ല ടേസ്റ്റാണിത്. ഈ പച്ചമുളക് ഇട്ട് കറി വെച്ചാൽ കേട്ടോ, നല്ല രസമുള്ള മണം, നല്ല ഭയങ്കര മണമാണ് അതിന് കേട്ടോ. അതേപോലെ തന്നെ നല്ല രസമാണ്, എരിവ് കൂടുതലാണ് അതിന്. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ, ഇത് പിന്നെന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്.